കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഫ്രൂട്ട് എനിക്ക് കിട്ടുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ദേശത്തൊന്നും ഇതൊന്നും കിട്ടത്തില്ല. ഈ ഒരു സാധനം എന്താണെന്ന് പോലും ഇവിടുത്തുകാർക്ക് അറിയത്തില്ല. അതിൻ്റെ പേരോ അതിൻ്റെ ടേസ്റ്റോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു സാധനം കാണാറേയില്ല. പക്ഷേ ഈയിടെ ഒരു വീട്ടിൽ ഇത് കിടക്കുന്ന ഞാൻ കണ്ടു ഇവിടെ. അപ്പോൾ ഞങ്ങൾ പോയി ചോദിച്ചു, 1-2 തരാമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് 2 തന്ന്. അവർ തരില്ല, ഹിന്ദിക്കാരാണ്. പക്ഷേ അവർ കേരളത്തിൽ നിന്ന് എവിടുന്നോ കൊണ്ടുവന്ന സാധനമാണ്. അതുകൊണ്ട് അവർ നട്ടുപിടിപ്പിച്ചു. പക്ഷേ ഇവിടുത്തുകാർക്ക് അറിയില്ല ഇതെന്താണെന്ന് അവർ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറല്ലേ, നമുക്ക് മലയാളികൾക്കല്ലേ അറിയത്തുള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും, പക്ഷേ ഇവിടെ അത് കിട്ടത്തില്ല. അങ്ങനെ 2 കിട്ടി. അതിൽ ഞാൻ 1 കട്ട് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്ക്. നല്ല ടേസ്റ്റ്. ഇതിലേക്ക് അല്പം പഞ്ചസാരയൊക്കെ ചേർത്തല്ലേ നമ്മൾ കഴിക്കാറുള്ളത്. കൊച്ചിലെയൊക്കെ കഴിച്ചിട്ടുണ്ട്, ചെറിയ പ്രായത്തിലൊക്കെ ഇഷ്ടം പോലെ. അതൊക്കെ നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാണാനോ കിട്ടാനോ ഒന്നുമില്ല. ഇത് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കഴിക്കണം. അപ്പം നിങ്ങൾക്കിഷ്ടമാണ് ഈ ഒരു ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട് അങ്ങനെയല്ലേ പറയുന്നത്, പാഷൻ ഫ്രൂട്ട് എന്നല്ലേ പറയുന്നത്. ഓക്കെ, ഏതായാലും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. ഒന്ന് പച്ചയായിരുന്നു, ഒന്ന് പഴുത്തതുമായിരുന്നു. പഴുത്തത് ഏതായാലും മുറിച്ച് ഇതിലേക്ക് അല്പം പഞ്ചസാരയൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് കഴിക്കണം. ഞങ്ങളുടെ ദേശം ഇങ്ങനെയൊക്കെയാണ്, പല സാധനങ്ങളും കിട്ടത്തില്ല. എന്ത് ചെയ്യും. പിന്നെ നാട്ടിലൊക്കെ വരുമ്പം അധികം സമയമൊന്നും കാണത്തില്ലല്ലോ നമുക്ക് കഴിക്കാനൊന്നും. അന്നേരം ചിലപ്പോൾ ഓർമ്മ വരത്തില്ല. കടകളിൽ നിന്നാണെങ്കിൽ പോലും വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു അന്നേരം നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് പോകാനും വരാനും ഒക്കെയുള്ള കാര്യങ്ങളായതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാനും തോന്നത്തുമില്ല. അതല്ല, സമയം കിട്ടത്തുമില്ല. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. പിന്നെ ഞാനിതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ഒരു പേരക്കയോടെ എടുത്ത് എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ട് ഇന്ന് കുറച്ച് ടേസ്റ്റി ആയിട്ടാണ് ഇന്ന് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.